1989 റുഹുള്ള മുസോവി ഖമേനിയുടെ മരണത്തിന് ശേഷം അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി അധികാരത്തിലെത്തി. അദ്ദേഹം കൂടുതലും ഇറാനെ വലിയൊരു മുസ്ലിം രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രദ്ധിച്ചത്. ഷാ ഭരണമായിരുന്നപ്പോൾ അവിടെ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യമായിരുന്നു. ഒരു വെസ്റ്റേൺ കൾച്ചറായിരുന്നു അന്ന്. എന്നാൽ ഇദ്ദേഹം വന്നതിന് ശേഷം എല്ലാം മാറ്റുകയും ശരിയായ ലോയ്ക്കുള്ളിൽ ഇറാനെ കൊണ്ടുചെല്ലുകയും ചെയ്തു. എന്നാൽ അവിടെയുള്ള ആൾക്കാർക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാര്യം അവർ ഒരു പാശ്ചാത്യ രീതിയിൽ ജീവിച്ച ആളുകളായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഇമ്പോസിഷൻ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതായത് കേരളത്തിലെ ആളുകളോട് പെട്ടെന്ന് ഒരു ദിവസം ബീഫ് കഴിക്കരുതെന്ന് പറയുന്ന പോലൊരു കാര്യമായിരുന്നു. അവിടുത്തെ സ്ത്രീകൾക്ക് മേൽ ഈ ഹിജാബ് ഇടണം, പുറത്തു പോകരുത്, അതായത് എല്ലാ അവകാശവും പുരുഷന്മാർക്ക് മാത്രം, അതായത് പിതാവിൻ്റെ സ്വത്തുക്കളെല്ലാം അവകാശം പുരുഷന്മാർക്ക് മാത്രം, അങ്ങനെ ഒരുപാട് കിരാതമായ നിയമങ്ങൾ കൊണ്ടുവന്നു. കേരളത്തിൽ ഇതിന് വലിയ സപ്പോർട്ടാണ് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ചെയ്തത് വലിയ മോശമായ കാര്യമാണ്. അദ്ദേഹം മരിക്കേണ്ട ആൾ തന്നെയാണ്. മാത്രമല്ല